BMW F40 GS. നിങ്ങളെല്ലാവരും ഒരുപാട് കാത്തിരുന്നിട്ടുള്ള ഈ സെഗ്മെന്റ് തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ആ ബൈക്ക്, ദ മോസ്റ്റ് ഹൈബ്ഡ് ആയിട്ടുള്ള BMW F450 GS നമ്മളെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. പറയാൻ വിശേഷങ്ങളാണെങ്കിൽ ഒരുപാടുണ്ട്. സോ അധികം വൈകിപ്പിക്കാതെ, എൻ്റെ പേര് നിഹാൽ റാഷിദ്, ഓൾ മൈ ഫ്ലൈ വീലേഴ്സ്, വെൽക്കം ടു ഫ്ലൈ വീൽ. ഫ്രണ്ട് തന്നെ നോക്കുകയാണെങ്കിൽ ഒരു ടോൾ വൈസർ കാണാം. ബ്ലാക്ക് ഔട്ട് ആണ്, കാരണം ഇത് ടോപ്പ് വേരിയൻ്റ് ആയിട്ടുള്ള ട്രോഫി വേരിയൻ്റ് ആണ്. മിഡ് സ്പെക്കിൽ ഡിഫറൻറ്റ് വൈസറാണ് ആൻഡ് ബേസ് വേരിയൻറ്റിൽ ഒരു വൈസറേ വരുന്നില്ല. അതിൻ്റെ തൊട്ട് താഴെ നോക്കുകയാണെങ്കിൽ ഒരു ഹെഡ് ലാമ്പ് സെറ്റപ്പ് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ കോൺസെപ്റ്റിലുള്ള പോലെ തന്നെ ഒരു എക്സ്പാറ്റർ നിലനിർത്തിയിട്ടുണ്ട്. ബട്ട് ഇപ്പോൾ ഇത് സ്പ്ലിറ്റ് ആയിട്ടുള്ള ഫുള്ളി LED സെറ്റപ്പാണ്. ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് LED തന്നെയാണ് വരുന്നത്. ആൻഡ് തൊട്ട് താഴെ ഒരു GSൻ്റെ ഐക്കോണിക് ആയിട്ടുള്ള ബീക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇറ്റ്സ് പ്രിറ്റി ബ്യൂട്ടിഫുൾ. അതിൻ്റെ താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ 180 mm ട്രാവൽ വരുന്ന ഒരു USD ഗോൾഡൻ ഫോക്സ് ആണ്. അതിന് തൊട്ട് താഴെ നമുക്ക് ഒരു അലൂമിനിയം കാസ്റ്റ് ആയിട്ടുള്ള അലോയ് വീൽസ് ആണ്. അത് മാക്സിസ് എന്ന ബ്രാൻഡിൻ്റെ ടയേഴ്സിനായിട്ടാണ് മേറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലാണെങ്കിൽ 19 ഇഞ്ച് സെറ്റപ്പാണ്. ഇനി സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റീൽ ട്യൂബുലർ ഫ്രെയിമാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്വിംഗ് ആം വരുന്നത് അലൂമിനിയം കാസ്റ്റ് ആണ്. പിന്നെ നമ്മുടെ എക്സോസ്റ്റ് അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ഡിസൈൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കൊരു സ്പോർട്ടി എക്സോസ്റ്റ് പൈപ്പ് വേണമെങ്കിൽ ആക്സസറി ആയിട്ട് പ്രൊവൈഡഡ് ആണ്. അതുപോലെ തന്നെയാണ് സീറ്റ്സിൻ്റെ കാര്യം. നമുക്കൊരു റാലി വേരിയൻ്റ് സീറ്റ് വരുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ലോവർ സീറ്റായിട്ട് വരുന്ന ഒരു സീറ്റും വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ 845 mm ആണ് സീറ്റായിട്ട് വരുന്നത്. ഹൈറ്റ് കുറയ്ക്കണമെങ്കിലും അവൈലബിൾ ആണ്, അല്ലെങ്കിലും അവൈലബിൾ ആണ്, രണ്ട് ആക്സസറി മുഖേന. ഈ ബൈക്കിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള സെക്ഷൻ തന്നെയാണ് ഈ ടാങ്ക് സെക്ഷൻ വരുന്നത്. ഇവിടെ നല്ലൊരു ഷൗഡ് കൊടുത്തിട്ടുണ്ട് സിൽവർ കളറിൽ. പിന്നെ ഇവിടെ ബ്ലൂ കളർ ആൻഡ് വൈറ്റ് സ്റ്റിക്കേഴ്സും റെഡ് സ്റ്റിക്കേഴ്സോ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഇത് ട്രോഫി വേരിയൻ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഈ കളർ വരുന്നത്. മൊത്തത്തിൽ ബൈക്ക് രണ്ട് കളേഴ്സിൽ അവൈലബിൾ ആണ്. ബ്ലാക്ക് ആൻഡ് ദിസ് കളർ മാത്രമേ ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ഉള്ളൂ. ഒരു ഇൻ്റർനാഷണലി റെഡ് കളർ കൂടി ഉണ്ട്. അത് ബ്യൂട്ടിഫുൾ കളറാണ്. മേ ബി ദേ വിൽ ലോഞ്ച് ഇറ്റ് ഇൻ ഫ്യൂച്ചർ. അലൂമിനിയം ബാഷ് പ്ലേറ്റ് വരുന്നുണ്ട്. ഇനി പുറകുവശത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കൺവെൻഷനൽ ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ബട്ട് ഇവിടെയാണ് നിങ്ങളുടെ പിടിക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ 3 ഗ്രാബ് ഹുക്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയാണ് ടെയിൽ ലാമ്പ് കൊടുത്തിട്ടുള്ളത്. അത് ഫുള്ളി LED സെറ്റപ്പാണ്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സും. എനിക്ക് അത്യാവശ്യം സ്പോർട്ടി ആയിട്ട് BMW മോട്ടറാഡ് എന്നൊക്കെ ഒരു ലെറ്ററിങ് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് താഴെ നമുക്കൊരു ഗാർഡ് കാര്യങ്ങളും കൊടുത്തിട്ടില്ല. അപ്പോൾ ചളി തെറിക്കാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. അതിന് മഴക്കാലം വന്നാൽ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പിൻവശത്ത് ടയേഴ്സ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടത്തെ പോലെ തന്നെ മാക്സസ് എന്ന ബ്രാൻഡിൻ്റെ ആണ്. പക്ഷേ ഇവിടെ 17 ഇഞ്ച് കുറച്ചുകൂടി വൈഡർ ആയിട്ടുള്ള തിക്കർ സെക്ഷനാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് കുറച്ചുകൂടി നോബി ടയേഴ്സ് ആണ്. ആൻഡ് ഇവിടെ ഒരു സാഡി ഗാർഡ് കൊടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഇരുന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇൻസ്റ്റൻ്റ്ലി കംഫർട്ടബിൾ ആവുന്നൊരു പൊസിഷനിലേക്കാണ്. ലൈക്ക് ഒരു അഡ്വഞ്ചർ ടൂറർ ബൈക്സിന് വേണ്ട അപ്രൈറ്റ് ആയിട്ടുള്ള പൊസിഷനാണ്. അതുപോലെ തന്നെ ഇൻ്റർചേഞ്ചബിൾ ആയിട്ടുള്ള ഫുഡ് പാക്ക് പൊസിഷനാണ്. നമുക്ക് 2 സെറ്റിംഗ്സ് അവിടെ വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ലോവർ ആക്കാൻ പറ്റുന്നുണ്ട്. എർഗണോമിക്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത്രയും അപ്രൈറ്റ് ആണ്. ലീൻ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. റിലാക്സ്ഡ് ആയിട്ടുള്ള പൊസിഷനാണ്. ഇനി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റബിൾ ലിവേഴ്സും വരുന്നുണ്ട്. 4 സ്റ്റെപ്പാണ്. ഇനി ഇവിടെയാണ് ദ സ്പെഷ്യാലിറ്റി BMWയുടെ മൾട്ടി കൺട്രോളർ. അവിടെ ബിഗ് GSലൊക്കെ കാണുന്ന പോലെ തന്നെ മൾട്ടി കൺട്രോളർ വരുന്നത്. അതായത് നിങ്ങൾ മെനുവിലേക്ക് പോയി കഴിഞ്ഞാൽ ടോഗിൾ ചെയ്യാൻ ഓൺ ദ ഗോ ഇത്രയും ഈസി ആയിട്ടുള്ളൊരു സെറ്റപ്പാണ്. ആൻഡ് ഇവിടെ നിങ്ങൾക്കൊരു അഡ്ജസ്റ്റബിൾ ബട്ടൺ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയാണ് നമ്മൾ ഹീറ്റഡ് ഗ്രിപ്പിൻ്റെ ബട്ടൺസ് വരുന്നത്. 3 ലെവൽ ഹീറ്റഡ് ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ കണ്ടീഷൻസിൽ അത്ര യൂസ്ഫുൾ അല്ല. ബട്ട് വെൻ യു ആർ ഗോയിങ് ഒരു ലഡാക്ക് അല്ലെങ്കിൽ വിൻ്റർ ആയിട്ടുള്ള ക്ലൈമറ്റിലേക്കൊക്കെ പോകുമ്പോൾ അത് യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഹസാർഡ് ലാമ്പ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഹോൺ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് റൈഡ് മോഡ് ബട്ടൺസ് കൊടുത്തിട്ടുള്ളത്. 4 റൈഡ് മോഡ്സാണ് വരുന്നത്. റോഡ്, റെയിൻ, എൻഡ്യൂറോ പ്രോ. ഇനി ഡിസ്പ്ലേയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ 2 സെറ്റപ്പ് വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി സ്പോർട്ടി ആയിട്ടുള്ള RPM സർക്കുലറായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടി സിമ്പിളറാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാണ് സെറ്റപ്പ്. ഇനി അത് മാത്രമല്ല, നിങ്ങൾക്ക് റെഡ് ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സും വരുന്നുണ്ട്. ഇതിൻ്റെ ഷിഫ്റ്റ് ലൈറ്റ് നിങ്ങൾക്ക് ബ്ലിങ്ക് ചെയ്യും. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സെറ്റപ്പ്. ആൻഡ് നമ്മുടെ ബിഗ് GSലെ കണ്ടിട്ടുള്ള അതേപോലത്തെ ഫീച്ചറാണ്. അതുകൂടാതെ തന്നെ ഇവിടെ നേരത്തെ ഞാൻ വിട്ടുപോയതാണ് ഒരു നക്കിൾ ഗാർഡ്സും കൊടുത്തു. ഇനി മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ട്രോഫി വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരു സ്പോർട്സ് സസ്പെൻഷൻ വരുന്നുണ്ട്. അതായത് റീബൗണ്ട് ആൻഡ് കംപ്രഷൻ സെറ്റിംഗ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് പിറകിലെ സസ്പെൻഷൻ ആണെങ്കിലും അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സസ്പെൻഷനാണ് വരുന്നത്. പിന്നെ നമുക്ക് ABS വരുന്നുണ്ട്. ABS Pro വരുന്നുണ്ട്. ABS Pro എന്ന് വെച്ച് കഴിഞ്ഞാൽ കോർണറിങ് ABSും വരുന്നുണ്ട്. BMWയുടെ ടെർമിനോളജിയാണ്. അതായത് ഒരു IMU വരുന്നതുകൊണ്ട് 6 ആക്സസ് ആയിട്ടുള്ള സെൻസേഴ്സ് വരുന്നുണ്ട്. സോ കോർണറിങ്ങിലും ABS കിട്ടും. അതുപോലെ തന്നെ ഡൈനാമിക് ട്രാക്ഷൻ കൺട്രോൾ സെറ്റിംഗ്സ് വരുന്നുണ്ട്. എഞ്ചിൻ ബ്രേക്കിംഗ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ തന്നെ BMWയുടെ ക്വിക്ക് ഷിഫ്റ്റ് വരുന്നുണ്ട്. ബൈ ഡയറക്ഷനിലാണ്. പിന്നെ നമ്മുടെ യൂഷ്വൽ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ആപ്പ് കണക്ടിവിറ്റി വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു Type C ചാർജിങ് പോർട്ടാണ് വരുന്നത്. ആൻഡ് ഇതൊന്നുമല്ല, മോസ്റ്റ് ഹൈപ്ഡ് ആയിട്ടുള്ളത് ഇതിൻ്റെ എഞ്ചിനാണ്. എഞ്ചിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. കാരണം ഇത് BMWയുടെ ഒരു ലേറ്റസ്റ്റ് എഞ്ചിനാണ്. ആൻഡ് നിർമ്മിച്ചിട്ടുള്ള TVSനോടുള്ള കൊളാബറേഷനിൽ കൂടിയാണ്. ആൻഡ് ഇതൊരു 450 എഞ്ചിനാണെങ്കിൽ 420cc ആണ് ഇതിന് വരുന്നത്. ആൻഡ് ഒരു പാരലൽ ട്വിൻ ആണ്. ആൻഡ് ഇതിൻ്റെ ക്രാങ്ക് അല്ലെങ്കിൽ ഫയറിംഗ് ഓർഡർ വരുന്നത് 135 ഡിഗ്രീസിലാണ്. അതായത് ഒരു അൺഈവൻ ഫയറിംഗ് ആണ്.
സോ നമ്മുടെ ബാക്കി പാരലൽ ട്വിൻ എഞ്ചിൻസ് നോക്കുന്ന പോലെ തന്നെ ഒരു 180 അല്ലെങ്കിൽ 360 അല്ല ഇതിൻ്റെ ക്രാങ്ക് വരുന്നത്. അൺഈവൻ ഓർഡർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പവർ കംസ് ഇൻ എ ഡിഫറെൻറ്റ് മാനർ. അത് നിങ്ങൾക്ക് അറിയുന്നവർക്ക് അറിയാം. ഇതിൽ ഓഫ് റോഡിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇതായിരിക്കും കുറച്ചും കൂടി ഈസിയർ ടു റൈഡ്. പക്ഷേ അവിടെ കൊണ്ടൊന്നും വിശേഷങ്ങൾ തീരുന്നില്ല. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം ഈ എഞ്ചിൻ കവർ വരുന്നത് ഒരു മെഗ്നീഷ്യം ആയിട്ടാണ്. ആൻഡ് മെഗ്നീഷ്യം അലോയുടെ മുകളിൽ നമുക്കൊരു ERC എന്ന് എഴുതിയിട്ടുണ്ട്. എന്താണ് ERC? അതൊരു വലിയ ടെക്നോളജിയാണ്. ബട്ട് ചുരുക്കി സിംപിളറായിട്ട് പറയുകയാണെങ്കിൽ, അധികം ടെക്നിക്കൽ ടേംസിലേക്കൊന്നും പോകാതെ പറയുകയാണെങ്കിൽ ഈസി ടു റൈഡ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. ബട്ട് ഈ ഒരു ടെക്നോളജി നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്. നമ്മുടെ മോപ്പഡ്സിലും ഇപ്പോൾ നമ്മൾ M80 എന്ന് വിളിക്കുന്ന TVSൻ്റെ XL100 കണ്ടിട്ടുണ്ട്. ബട്ട് അതൊരു എൻറ്റയർലി ഡിഫറൻറ്റ് സിസ്റ്റമാണ്. ഇത് പെർഫോമൻസ് ബൈക്സിനായിട്ട് BMW പ്രത്യേകം നിർമ്മിച്ചിട്ടുള്ളതാണ്. ആൻഡ് ഇതിൻ്റെ പുറകിലുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഫസ്റ്റ്ലി ഇതൊരു സെൻട്രിഫ്യൂഗൽ സിസ്റ്റമാണ്. അതായത് ക്ലച്ചിൻ്റെ ഫംഗ്ഷൻ തന്നെ കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ് ഒരു നോർമൽ ക്ലച്ച് ആൻഡ് ഗിയർ ബോക്സിൽ വരുന്നത്. ഈ ബൈ ഡയറക്ഷണൽ ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. ആൻഡ് നിങ്ങളത് യൂസും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ക്ലച്ച് പിടിക്കാതെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ആ ബൈക്കിൽ പോലും അത് സ്റ്റോൾ ചെയ്യും. അതുപോലെ തന്നെ ആ ക്വിക്ക് ഷിഫ്റ്റർ നമുക്ക് കറക്റ്റ് RPFത്തിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ഇവിടെ നമുക്ക് ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ട് ക്ലച്ച് കംപ്ലീറ്റ്ലി ലീവ് ചെയ്യുകയാണെങ്കിലും വണ്ടി സ്റ്റോൾ ചെയ്യില്ല. അതിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും ആ ഒരു ടൈമിൽ മാത്രമേ നിങ്ങൾക്ക് ക്ലച്ച് പിടിക്കേണ്ടി വരുന്നുള്ളൂ. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്ലച്ച് പിടിക്കുക, റിലീസ് ചെയ്യുക. വണ്ടി ഫ്രണ്ടിലേക്ക് ജമ്പിൻ ചെയ്യോ സ്റ്റോൾ ചെയ്യോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 2700 RPFത്തിലാണ് ഇതിൻ്റെ അടുത്ത ഗിയറിലേക്ക് ഇത് റെഡി ആയി നിൽക്കും. ദ ക്ലച്ച് വിൽ ബി റെഡി ഫോർ യു. ആൻഡ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി വിത്തൗട്ട് ക്ലച്ച് യു ക്യാൻ ഷിഫ്റ്റ്. സോ ഇനി അധികം സ്പെക് ഷീറ്റ് വായിക്കാതെ നമുക്കിത് ഓടിച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കാം. കാരണം ഹൈപ്പ് കയറി എങ്ങോട്ടിത് ഹൈപ്പ് കേറി സോ ഇന്നത്തെ ഷോർട്ട് റൈഡ് ഏകദേശം കഴിയാനായി. ഇപ്പോൾ ഓടിച്ച് നോക്കിയിട്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇത്രയും ഷോർട്ടായതിന് വളരെയധികം സങ്കടമുണ്ട്. ബട്ട് ബൈക്കിൻ്റെ കാര്യത്തിൽ ഐ ആം വെരി ഹാപ്പി. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ERC എന്ന് പറഞ്ഞിട്ടുള്ള ഈ സംഭവം തന്നെ ഒരു ന്യൂ ഇന്നോവേഷൻ ആണ്. ആൻഡ് ഈ ഒരു സംഭവം കാരണം കൊണ്ട് മാത്രം ഒരുപാട് ന്യൂ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ക്ലച്ചും കാര്യങ്ങളും ഒത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ള ബിഗിനർ റൈഡേഴ്സ് ഒരുപാട് ആകർഷിക്കും. അതുപോലെ തന്നെ നിങ്ങൾ പ്രോ റൈഡറാണ്, ബട്ട് നിങ്ങൾക്ക് ഇതിനെ പറ്റി ഒന്ന് യൂസ് ഇറ്റ് ആയിക്കഴിഞ്ഞാൽ യു ക്യാൻ ഓൾസോ യൂട്ടിലൈസ് മോർ ഔട്ട് ഓഫ് ഇറ്റ്. അതായത് ഏതൊരു റൈഡറും കുറച്ച് അഡ്ജസ്റ്റബിൾ ടൈം എടുക്കും, കുറച്ച് ലേണിംഗ് കേർവ് ഉണ്ട്. ബട്ട് ഇതൊരു കംപ്ലീറ്റ്ലി ന്യൂ എക്സ്പീരിയൻസ് ആണ്. എന്തായാലും ഓടിച്ച് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയാം. ആൻഡ് ഇതൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ യു ഹാവ് ദൻ ഓപ്ഷൻ ട്രോഫി അല്ലാത്ത വേരിയൻസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ നോർമൽ ക്ലച്ച് ആൻഡ് ലിവറാണ്. ബട്ട് ഞാൻ പറയും ലെറ്റ്സ് ട്രൈ ദിസ് വൺ. പിന്നെ നമുക്ക് എന്തായാലും ക്ലച്ച് ലിവർ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് മാനുവൽ ആയിട്ടുള്ള കൺട്രോൾ കംപ്ലീറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ റൈഡറിന് വേണ്ടിയിട്ടുള്ള ഫീച്ചർ ഓൾവേസ് അവൈലബിൾ ആണ്. ഇനി എഞ്ചിനിലേക്ക് വരികയാണെങ്കിൽ ഇത് പവർ പെർഫോമൻസ് ലൈക്ക് വെരി പെപ്പി ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. 48 HP ആണ് പറയുന്നത്. ആൻഡ് അത് നമുക്ക് താഴത്തെ ബോട്ടം കേർവ് തന്നെ കിട്ടുന്നുണ്ട്. ആൻഡ് 8000 RPMലാണ് പീക്ക് ചെയ്യുന്നത്. ബട്ട് ഓൾസോ വൈബ്രേഷൻ്റെ കാര്യത്തിലും ലൈക്ക് വൈബ്രേഷൻ ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് പാരലൽ ട്വിൻ എഞ്ചിനാണ്, ഇറഗുലർ ഫയറിംഗ് ഓർഡറാണ്. അതിൻ്റെ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്. ബട്ട് അത്രത്തോളം മോശം കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ ഈ ഒരു ക്ലച്ച് സിസ്റ്റത്തിൻ്റെ കാര്യം കൂടി ഉള്ളതുകൊണ്ട് വി ഹാവ് ടു ഷിഫ്റ്റ്. നമ്മളത് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള വണ്ടി തന്നെയാണ്. ആൻഡ് സസ്പെൻഷൻ ഇതിപ്പോൾ അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ്. അഡ്ജസ്റ്റ് ചെയ്യാൻ എൻ്റെ രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഐ തിങ്ക് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ അനുസരിച്ച് സ്യൂട്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവം തന്നെ ആയിരിക്കും. അത്യാവശ്യം ഓഫ് റോഡ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ അടിപൊളിയാണ്. ആൻഡ് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കുമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. കാരണം 200 mm ട്രാവലൊക്കെ വരുന്നുണ്ട്. ഹിമാലയനേക്കാൾ അതിനേക്കാളും കൂടുതൽ വരുന്നുണ്ട്. അതായത് കുറച്ചും കൂടി ലോവർ സെഗ്മെൻറ്റിലും നമ്മൾ വലിയ നല്ല അടിപൊളി വേൾഡ് ക്ലാസ് സസ്പെൻഷൻസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയതിനെന്ന് തോന്നിയേക്കാം. ബട്ട് ഓൾസോ കുറച്ചും കൂടി ലോങ് ടേം ആയിട്ട് കിട്ടിയിട്ട് എല്ലാ അഡ്ജസ്റ്റബിൾ ഫീച്ചേഴ്സും നോക്കിയിട്ട് എനിക്ക് കറക്റ്റ് വേർഡിക്റ്റ് പറയാൻ പറ്റുള്ളൂ. ആൻഡ് അഗെയിൻ പെർഫോമൻസിലേക്ക് വീണ്ടും പറയുകയാണ്, ആക്സിഡൻറ്റ് കൊടുക്കുമ്പോൾ തന്നെ എൻഡ്യൂറോ പ്രോയിലൊക്കെ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ABS സ്വിച്ച് ഓഫ് ചെയ്തിട്ട് റിയറൊക്കെ സ്ലൈഡ് ചെയ്തിട്ട് ഭയങ്കര എന്താ പറയുക യൂസർ ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലെ സ്റ്റണ്ടും സ്ലൈഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു ബിഗിനറിന് ഒരു ഫിയർ ഉണ്ടാവും. ആൻഡ് വണ്ടി സ്റ്റോൾ ചെയ്യുന്ന ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബട്ട് ഈ ഒരു ക്ലച്ച് സിസ്റ്റം, ഈ ഒരു ഗിയർ പവർ ഡെലിവറി എല്ലാം കൂടി വരുമ്പോൾ സോ ഈസി, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ബ്രേക്സിൻ്റെ കാര്യത്തേക്ക് നോക്കുകയാണെങ്കിൽ റേഡിയലി മൗണ്ടഡ് ഒന്നുമല്ല, പക്ഷേ പെർഫെക്റ്റ് ബൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ABSും ട്രാക്ഷൻ കൺട്രോളൊക്കെ വരുന്നതുകൊണ്ട് അതിൽ യാതൊരു കംപ്ലയിൻസും ഇല്ല. എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പ്രോ റൈഡേഴ്സ് ആയിട്ടുള്ള നിങ്ങൾക്ക് അടിപൊളി അക്രമം തന്നെ കാണിക്കാൻ പറ്റും, ആശാൻ പറയുന്ന പോലെ. വൈബ്രേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി നോ ഇഷ്യൂസ് ആണ്. ആൻഡ് ഇത്രയൊക്കെ വൈബ്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യും. ബട്ട് അത് വളരെ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള യാതൊരു സംഭവവും ഇല്ല. മേ ബി ഇനി ഹൈവേയിൽ ഓടിക്കാത്തതുകൊണ്ടും ആയിരിക്കാം. ഹൈവേയിൽ ഓടിക്കേണ്ടതുണ്ട്, ഇപ്പോൾ നമുക്ക് അതിനുള്ള സമയമില്ല. ആൻഡ് ഇവിടെ നാരോ റോഡ്സ് കാര്യങ്ങളേ ഉള്ളൂ. ആൻഡ് ലേറ്റർ ഞാനത് എന്തായാലും ഓടിക്കുന്നതാണ്. ആൻഡ് ലൈക്ക് ഇപ്പോൾ എനിക്ക് യാതൊരു ഇഷ്യൂസും ഇല്ല അപ്പോൾ പറഞ്ഞ പോലത്തെ. ആൻഡ് ഹാൻഡ്ലിങ്ങിൽ മറ്റൊരു വലിയ കാര്യം നോക്കുകയാണെങ്കിൽ ടെർമാക്കിൽ നമ്മൾ അധികം ഓടിച്ചിട്ടില്ലെന്ന്. ആൻഡ് അതുപോലെ ടയേഴ്സിൻ്റെ എത്രത്തോളം ഗ്രിപ്പ് ഉണ്ടെന്ന് നമുക്കറിയില്ല. ഇവിടെ എന്തായാലും നല്ല ഫണ്ണാണ് ഓഫ് റോഡിൽ.
പിന്നെ അതുപോലെ തന്നെയാണ് ഓഫ് റോഡിൽ നമ്മളെ ബിഗിനേഴ്സിനെയും എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്ന വലിയൊരു ഫീച്ചറാണ് ഇതിൻ്റെ എഞ്ചിൻ ക്യാരക്ടർ 135 ഡിഗ്രി ക്രാങ്ക് വരുന്നതുകൊണ്ട് തന്നെ ലൂസ് സർഫസിൽ നമുക്ക് എക്സ്പ്ലോസീവ് പവർ തരാതെ നമുക്ക് അണ്ടർ കൺട്രോളിൽ നിർത്താൻ പറ്റും. ഒരു പ്രോ റൈഡർക്ക് അത് ചിലപ്പോൾ വേണ്ടില്ലായിരിക്കും, ബട്ട് അതർവൈസ് നമ്മൾ റിലാക്സ്ഡ് ആയിട്ടോ അതേപോലെ കുറച്ചുകൂടി നല്ല ഈസി ഫണ്ണാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ കൈൻഡ് ഓഫ് സെറ്റപ്പ് എഞ്ചിനാണ് എപ്പോഴും ഓഫ് റോഡിൽ ബെറ്റർ. സോ ഇറഗുലർ ഫയറിംഗ് കൊണ്ടുള്ള മറ്റൊരു ഹിഡൻ അഡ്വാൻറ്റേജ് ആണ് ഈ പറഞ്ഞ ലൂസ് സർഫസിലുള്ള ഹാൻഡ്ലിംഗ്. ഇനി മറ്റൊരു ബിഗിനർ ഫ്രണ്ട്ലി ഫീച്ചർ ഇതിൻ്റെ വെയിറ്റ് തന്നെയാണ്. 178 kgs മാത്രമാണ് ഇതിൻ്റെ ഭാരം വരുന്നത്. ആൻഡ് ദാറ്റ് ഈസ് സെഗ്മെൻറ്റ് തന്നെ ഏറ്റവും കുറഞ്ഞ ഭാരമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് റൈഡേഴ്സിന് പെട്ടെന്ന് ഈസിലി കംഫർട്ടബിൾ ആവും. ഹൈറ്റിൻ്റെ കാര്യം നിങ്ങളൊരു പ്രോ ആവുന്നതിനനുസരിച്ച് യു വിൽ ബിക്കം ഈസിയർ, അതെനിക്ക് യാതൊരു ഡൗട്ടും ഇല്ല. ജസ്റ്റ് സ്കിൽ ഇഷ്യൂസ് ആണ്. ബട്ട് വെയിറ്റിൻ്റെ കാര്യം അങ്ങനെയല്ല. അധികം ആൾക്കാർക്കും ഇതേപോലെ തന്നെ ലൈക്ക് ബോഡി വെയിറ്റ് കാരണമൊക്കെ കുറച്ച് ഒരു അൺകംഫർട്ടബിലിറ്റി ഉണ്ടാവും. ബട്ട് ഈ ബൈക്കിൻ്റെ കാര്യത്തിൽ വെയിറ്റ് ഇസ് വെരി സോർട്ടഡ് ആൻഡ് നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള വെയിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് റിയർ ഒക്കെ സ്ലൈഡ് ചെയ്യാൻ പറഞ്ഞല്ലോ, അത് നിങ്ങൾക്ക് ഈസിലി മാസ്റ്റർ ചെയ്യാൻ പറ്റുന്ന സ്കില്ലാണ് ഈ ബൈക്ക് ഉണ്ടെങ്കിൽ. ത്രോട്ടിൽ റെസ്പോൺസ് ഒക്കെ നല്ല ഷാർപ്പാണ്. ആൻഡ് ബേസ് മോഡൽ മുതൽ തന്നെ റൈഡ് ബൈ വയർ ടെക്നോളജി വരുന്നുണ്ട്. അത് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് ഫ്യൂൽ ടാങ്കിൻ്റെ പറ്റി നോക്കുകയാണെങ്കിൽ 14 liters ഓഫ് യൂസബിൾ സ്പേസ് ആണ്. പിന്നെ ഒരു 2.2 liters റിസർവിന് വരുന്നുണ്ട്. ആൻഡ് ബ്രാൻഡ് ഒരു എക്സാക്ട് ഒഫീഷ്യൽ ഫിഗർ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ എഞ്ചിനീയർ അടുത്ത് ചോദിച്ചപ്പോൾ അയാൾ പറയുന്നത് 25 to 30 എന്നാണ്. അതാണ് അവരുടെ ക്ലെയിം. സോ അത്രയൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഒരു 26 ഒക്കെ ചിലപ്പോൾ ഒരു ആവറേജ് കിട്ടിയേക്കാം ഇഫ് യു ആർ റൈഡിങ് സെയിൻലി. ഇത് നിങ്ങൾക്ക് ടൂറിംഗ് ഒക്കെ പോവുകയാണെങ്കിൽ അതിനൊരു പെർഫെക്റ്റ് ബൈക്കാണ്. ഇത് കംപ്ലീറ്റ്ലി ഒരു ഓഫ് റോഡ് എസെൻസ് ഉണ്ടോ, അത്രയും നിമ്പിളായിട്ടുള്ള ഒരു ബൈക്കാണോ, ലൈക്ക് വെരി ലൈറ്റ് വെയിറ്റ്, അങ്ങനത്തെ ഒരു ബൈക്കല്ല. ബട്ട് ഞാൻ പറഞ്ഞ പോലെ സെഗ്മെൻറ്റിൽ ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആണ്. ഒരു അഡ്വഞ്ചർ കേപ്പബിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. ആൻഡ് അങ്ങനെ ഒരു ബൈക്കാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ദിസ് ഈസ് ദ വൺ. ഇനി ഹാൻഡ്ലിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു ഈ മോഡ്സിൽ നമുക്ക് ഡിഫറെൻറ്റ് ക്യാരക്ടറാണ് ബൈക്ക് ഫീൽ ചെയ്യുന്നത്. സോ കുറച്ച് റിയറൊക്കെ സ്ലിപ്പ് ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ ആ എൻഡൂറ പ്രോയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾ പെട്ടെന്ന് തന്നെ പ്രോ ആയി മാറും. അതല്ലാന്നുണ്ടെങ്കിൽ ഹാൻഡ്ലിങ് വളരെ നിമ്പിളാണ്, വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. ആൻഡ് കുറച്ച് ടോപ്പ് ഹെവി ആയിട്ട് തോന്നിയേക്കാം, കാരണം അതൊരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളാണ്. എൻഡ് ഓഫ് ദ ഡേ നമ്മളൊരു റേസ് ട്രാക്കിലേക്ക് പോകുന്ന പോലത്തെ ഒരു ഡ്യൂക്ക് പോലത്തെ ഒരു ക്യാരക്ടർ അല്ല അതിന് കിട്ടുക. ERC സിസ്റ്റം അത്രയും അഡ്വാൻസ്ഡ് ആണെങ്കിലും ഹിൽ ഓൾഡ് കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായനെ. നൗ ദ ഫൈനൽ സെഗ്മെൻറ്റ്, അവസാനമായിട്ട് നമ്മുടെ പ്രൈസ് ആൻഡ് വെർഡിക്റ്റിലേക്ക് നോക്കാം. ഇതിലേക്ക് നോക്കുമ്പോൾ ആദ്യം തന്നെ ഒരു ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്നൊരു കാര്യമല്ല, കാരണം ഇതൊരു 420cc മോട്ടോർ സൈക്കിളാണ്. സോ ഇത് നമുക്കറിയാവുന്ന പോലെ തന്നെ നമ്മുടെ പുതിയ നിയമങ്ങളൊക്കെ വെച്ചിട്ട് 40% ടാക്സ് വരുന്നുണ്ട്. അതായത് ജെറ്റിനും ഈ ബൈക്കിനും ഒരേ ടാക്സാണ് വരുന്നത്. സോ അതനുസരിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ പ്രൈസ് കുറച്ച് ഹെവി ആയിരിക്കും, കുറച്ച് എക്സ്പെൻസീവ് സൈഡായിരിക്കും നമ്മൾ ആദ്യം എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൺ റോഡ് ടാക്സസ് ഇപ്പോഴും അത് അട്രാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ദ ലോഞ്ചിങ് പ്രൈസ് ഈസ് 4,70,000 ഫോർ ദ ബേസ്. പിന്നെ മിഡ് വേരിയൻ്റ് ആണെങ്കിൽ 4,90,000. ആൻഡ് ദ ടോപ്പ് വേരിയൻ്റ് ആണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ട്രോഫി വേരിയൻ്റ് ആണെങ്കിൽ 5,30,000 റുപ്പീസാണ്. ഇത് നല്ലൊരു പ്രൈസാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇപ്പം നമ്മുടെ കോമ്പറ്റീഷൻ നോക്കുകയാണെങ്കിൽ പാരലൽ 10 ആയിട്ട് വരുന്നത് ഹോണ്ടയുടെ NX500 മാത്രമേ ഉള്ളൂ. മറ്റേതെല്ലാം സിംഗിൾ സിലിണ്ടേഴ്സ് ആണെന്ന് നിങ്ങൾക്കറിയാം. ആൻഡ് NX500 ഒരു CBU ആയതുകൊണ്ട് തന്നെ ലൈക്ക് നിങ്ങൾക്കറിയാം പ്രൈസസ് കുറച്ച് സ്റ്റീപ്പായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇത് കംപ്ലീറ്റ്ലി മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. പിന്നെ എന്നിരുന്നാലും നമ്മൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിലെ പ്രൈസൊക്കെ വിചാരിച്ചിട്ട് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇൻട്രൊഡക്ടറി പ്രൈസിൽ നിങ്ങൾക്ക് ഇത് എടുക്കാൻ പറ്റുമെങ്കിൽ നല്ലൊരു ബൈ ആയിരിക്കും. ഇനി അതല്ല, നിങ്ങൾക്ക് സിംഗിൾ സിലിണ്ടർ ഓപ്ഷൻസ് മതിയെങ്കിൽ ദർ ആർ ചീപ്പർ ഓപ്ഷൻസ്. അല്ലെങ്കിൽ റോയൽ എൻഫീൽഡിൽ നിന്നുണ്ട്, KTM നിന്നുണ്ട്. ആൻഡ് ആ ബൈക്കിനേക്കൊക്കെ പെട്ടെന്നൊരു കമ്പാരിസൺ പറയുകയാണെങ്കിൽ ഒരു ഫീച്ചറിൽ മേജർ മിസ് ഔട്ട് വരുന്നത് ക്രൂസ് കൺട്രോളാണ്. ആൻഡ് അതൊരു ഹൈവേ ടൂറിംഗ് ചെയ്യുന്ന ഒരാൾക്ക് യൂസ്ഫുൾ ആവുന്നതന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ യൂസ് ചെയ്യലുണ്ടോ ഇല്ലയോ എന്ന് താഴെ കമൻസിൽ പറയാം. ആൻഡ് മറ്റ് എല്ലാ ഫീച്ചേഴ്സും എല്ലാ ഗിസ്മോസും എല്ലാം കംപ്ലീറ്റ്ലി പാക്ഡ് ആണ്. ആൻഡ് ഒറ്റ വാക്കിൽ തന്നെ പറയുകയാണെങ്കിൽ ഇതൊരു ബേബി GS ആണ്. സോ യു ആർ ബൈയിങ് എ BMW ബാഡ്ജ് ബൈക്ക് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓർമ്മയിൽ വരിക. അപ്പോൾ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ സർവീസ് കോസ്റ്റും കാര്യങ്ങളും വരിക. ആൻഡ് സർവീസ് ക്വാളിറ്റി അതിനനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യും. നോട്ട് ലൈക്ക് ബാക്കിയുള്ള ബൈക്സിൻ്റെ മാനുഫാക്ചേഴ്സിൻ്റെ പോലെ ആയിരിക്കില്ല, ഇവരുടെ ക്വാളിറ്റി വ്യത്യാസമുണ്ട്. ആൻഡ് നിങ്ങൾക്ക് കുറച്ച് പാക്കേജസ് അവർ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. EMI വെച്ചിട്ട് നിങ്ങൾക്ക് 3 yearsൻ്റെ അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സിൻ്റെ പാക്കേജൊക്കെ ഉണ്ട്. അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം. ആൻഡ് അതുകൂടാതെ തന്നെ ഈ പ്രൈസിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻസിൽ എഴുതി അറിയിക്കുക. ആൻഡ് ഫൈനലി നോക്കുകയാണെങ്കിൽ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ BMW ബാഡ്ജ് ഉള്ളൊരു ബൈക്കാണ് ഓൺ ചെയ്യുന്നത്. ആൻഡ് ഇതൊരു ബേബി GS തന്നെയാണ്. ലുക്കിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും ഒരു ഫിനിഷിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും ക്വാളിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിലും ഇറ്റ്സ് അപ് ടു ദ മാർക്ക്. ഫൈനലി മുന്നത്തെ ബൈക്സിൻ്റെ പോലെയല്ല, ഇപ്പോൾ BMW എൻട്രി പോയിന്റ് ഇസ് വെരി ഗുഡ് എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഇതാണ് നിങ്ങൾ ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ യു വിൽ പ്രൗഡ്ലി ഓൺ ഇറ്റ്. പ്രൈസസ് അവർ പറഞ്ഞിട്ടില്ല, സൂൺ വരും. പിന്നെ സീറ്റും പല ടൈപ്പ് ഓഫ് സീറ്റ്സ് ഉണ്ട്. ലോവർ സീറ്റ് ഉണ്ട്, ഹയർ സീറ്റ് ഉണ്ട്, റാലി സീറ്റ് ഉണ്ട്, ബാക്ക് പാക്ക് ഉണ്ട്, ടോപ്പ് പാക്ക് ഉണ്ട്, അതുപോലെ സ്ക്രീൻ കൊടുക്കുന്നുണ്ട് ഡബിളായിട്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. സോ ഫൈനലി ഇത്രയും ഹൈപ്ഡ് ആയിട്ടുള്ള ഈ ബൈക്കിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ട് എന്ന് താഴെ കമൻസിൽ എഴുതി അറിയിക്കുക. അതറിയാൻ ഞാനും എക്സൈറ്റഡ് ആണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താ ലൈക്ക് ചെയ്യുക, അത് കമൻറ്റ് ചെയ്യുക. സോ അതൊരു വലിയൊരു മോട്ടിവേഷനാണ്.
അതുപോലെ തന്നെ എന്തെങ്കിലും ഞാൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിലും താഴെ കമൻറ്റ്സ് എഴുതി അറിയിക്കാവുന്നതാണ്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടനടി സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് മൈ നെയിം ഈസ് നിഹാൽ റാഷിദ്. സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വീലിംഗ്.